ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്ക്. ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം. ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിലാണ് പ്രതിഷേധം. അഭിഭാഷകർ 1D കോടതി ബഹിഷ്കരിക്കുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അഭിഭാഷകരുടെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്? ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായി ഏത് വിഷയത്തിലാണ് ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് അധ്യക്ഷനെതിരെ സിംഗിൾ ബെഞ്ചിനെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്? വിഷയം എന്താണെന്നുള്ള കാര്യത്തിൽ മനസ്സിലാകുന്നുണ്ടോ? നിലവിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ അഭിഭാഷകർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴേതാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനിതാ അഭിഭാഷകയെ അപമാനിച്ചു എന്ന ആക്ഷേപത്തിലാണ് അഭിഭാഷകരുടെ പ്രതിഷേധമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതി മുറിയിൽ എത്തിയിട്ടില്ല. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്താണ് ഈ വനിതാ അഭിഭാഷകയെ അപമാനിച്ചു എന്ന പരാതിയാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ കോടതിയിൽ ഏതെങ്കിലും വാദം നടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നോ ഈ വനിതാ അഭിഭാഷകയെ ജസ്റ്റിസ് ബദറുദ്ദീൻ അപമാനിച്ചു എന്ന ആരോപണം ഉയരുന്നത്? അഭിഭാഷക അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിനിടയാക്കിയതടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്, എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലാണ് അഭിഭാഷകയെ അധിക്ഷേപിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വനിതാ അഭിഭാഷകയെ അപമാനിച്ചു എന്ന ആക്ഷേപത്തിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ പ്രതിഷേധം നടക്കുകയാണ്. അഭിഭാഷകർ 1D കോടതി ബഹിഷ്കരിച്ചു. ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീനും കോടതി മുറിയിൽ എത്തിയിട്ടില്ല. ജഡ്ജി തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് ഹൈക്കോടതി ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ വനിതാ അഭിഭാഷകയെ അപമാനിച്ചതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇപ്പോഴും ഈ അഭിഭാഷകർ, അതായത് ഹൈക്കോടതിയിലെ മുഴുവൻ അഭിഭാഷകരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ വിഷയം നടക്കുകയാണ്. അതായത് ഈ 1D കോടതി ബഹിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ അഭിഭാഷകരും 1Dയിൽ ഏത് കേസുകളാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്? എത്ര അഭിഭാഷകർ നിലവിൽ ഇതിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ചീഫ് ജസ്റ്റിസ് എപ്പോഴാണ് ഈ ചർച്ച വിളിച്ചിരിക്കുന്നത്? സാലി, എപ്പോഴാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ അഭിഭാഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്? ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. അടുത്തിടെ അലക്സ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ, ഹൈക്കോടതി അഭിഭാഷകൻ മരിച്ചു. പകരം അദ്ദേഹത്തിന്റെ ഭാര്യ, അവരും അഭിഭാഷകയാണ്, ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. അപ്പോൾ വക്കാലത്ത് മാറ്റണം എന്നൊരു അഭ്യർത്ഥന, വക്കാലത്ത് മാറ്റേണ്ട നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ നടപടിക്രമങ്ങൾക്ക് സാവകാശം വേണം എന്ന് ഈ അന്തരിച്ച അഭിഭാഷകന്റെ ഭാര്യയായ അഭിഭാഷക സരിത ഓപ്പൺ കോടതിയിൽ ആവശ്യപ്പെട്ടു. അപ്പോ ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതിയാണ് 1D. അപ്പൊ ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ മോശമായി ഇവരോട് പെരുമാറി എന്നുള്ളതാണ്. ആരാണ് അലക്സ, എന്തിനാണ് ഇനി സമയം, അത്തരം ഭാഷയിൽ ചോദിച്ചു എന്നുള്ളതാണ് അഭിഭാഷകർ പറയുന്നത്. അപ്പൊ അത് ഒരു സ്ത്രീയെ അപമാനിച്ചത് ഒരു വശം. മറ്റൊന്ന്, നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകൻ സാവകാശം തേടിയപ്പോ അതിനോട് മോശമായി ജസ്റ്റിസ് പെരുമാറി എന്നുള്ളതാണ് രണ്ടാമത്തെ വശം. അതാണ് പ്രതിഷേധത്തിന് കാരണം. ഇന്നലെ തന്നെ 50 അഭിഭാഷകർ ഒപ്പിട്ട ഒരു പരാതി കോടതിയിൽ എത്തിയിരുന്നു. ഈ വിഷയത്തിൽ തുറന്ന കോടതിയിൽ തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറയണം ഈ അഭിഭാഷകയോട് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വനിതയോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ല. മറ്റൊന്ന്, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിയമപരമായി ഒരു അഭിഭാഷകൻ കോടതി മുറിയിൽ സാവകാശം ചോദിച്ചപ്പോ ആ സാവകാശം നൽകിയില്ലെന്ന് മാത്രമല്ല, മോശമായി പെരുമാറുകയും ചെയ്തു. മാത്രമല്ല, അന്തരിച്ച ഒരു അഭിഭാഷകന്റെ ഭാര്യ പകരം വക്കാലത്തുമായി എത്തിയപ്പോ ആ നടപടിക്രമങ്ങൾ സഹകരിക്കേണ്ടതിന് പകരം അവരെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. അതാണ് അതായത് ഈ അന്തരിച്ച അഭിഭാഷകൻ അലക്സ് ഹൈക്കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണോ? സരിതയും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അലക്സിന്റെ വക്കാലത്ത് ഹൈക്കോടതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വക്കാലത്ത് മാറണം എന്നൊരാവശ്യം ഹൈക്കോടതിയിൽ ഉയർന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്വക്കേറ്റ് സരിത അവർ കോടതിയിൽ ഹാജരായി ഓപ്പൺ കോർട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതാണ് അല്ലെ ഈ ബദറുദ്ദീൻ എന്താണ് ചോദിച്ചത്? ബദറുദ്ദീൻ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് ഈ വക്കാലത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുന്നു. ആരാണ് ഈ അലക്സ് എന്ന് വളരെ കടുത്ത ഭാഷയിൽ സരിതയോട് ചോദിക്കുകയായിരുന്നു. അതാണോ പ്രശ്നത്തിനിടയാക്കിയത്? അത് തന്നെ, ആരാണ് അലക്സ്, എന്തിനാണ് ഇനിയും സമയം എന്നടക്കമുള്ള കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു അന്തരിച്ച അഭിഭാഷകന്റെ അല്ല, ഈ സരിത, അഭിഭാഷക സരിത
ഈ കോടതിയെ ബദറുദ്ദീൻ ജഡ്ജിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ അലക്സ് എന്ന് പറയുന്ന അഭിഭാഷകൻ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ വക്കാലത്താണ് എന്ന തരത്തിൽ ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരുന്നോ ബദറുദ്ദീന്റെ ഈ തട്ടിക്കയറ്റം? അത് സാധാരണ നിലയിൽ അങ്ങനെ തന്നെയാണ്. വക്കാലത്ത് മാറുമ്പോൾ എന്താണ് കാരണം എന്ന് കോടതിയിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ അപേക്ഷയിൽ ഈ വക്കാലത്ത് എത്തിരുന്ന അഭിഭാഷകൻ അന്തരിച്ച സാഹചര്യത്തിൽ പകരം അഭിഭാഷകയായ താൻ എത്തുന്നു എന്ന് അതിനു വേണ്ടിയുള്ള സമയക്രമം, നടപടിക്രമങ്ങളിൽ സമയത്തിൽ സാവകാശം വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടതും. അതിന് പക്ഷെ ഒരു കാരണവശാലും ഇത്തരത്തിൽ പെരുമാറേണ്ടതില്ല എന്നുള്ളതാണ് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ ഇനിയും സമയം വേണോ, ആരാണ് ഈ അലക്സ് എന്നുള്ളൊരു ചോദ്യം ഒക്കെ ഒഴിവാക്കാമായിരുന്നു. അത് ഒന്നുകിൽ സാവകാശം നൽകുക, അല്ലെങ്കിൽ സാവകാശം നൽകാതിരിക്കുക. നിയമപരമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കേണ്ട ഒരു ജഡ്ജ് ഹാജരായ അഭിഭാഷകയെ, അതും വിധവയാണ്, സമീപകാലത്ത് ഭർത്താവ് മരിച്ചു, അവർക്ക് അദ്ദേഹത്തിന് പകരം ഹാജരായി, അങ്ങനെ മാനുഷികമായ ചില വശങ്ങൾ കൂടിയുണ്ട്. അതൊന്നും പരിഗണിക്കാതെ വളരെ മോശമായി പെരുമാറി എന്നുള്ളതാണ് അഭിഭാഷകരുടെ പരാതി. ഏതായാലും ഈ അഭിഭാഷക അസോസിയേഷൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, പൊതുമധ്യത്തിൽ മാപ്പ് പറയണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അഭിഭാഷക അസോസിയേഷൻ ഉറച്ചു നിൽക്കുന്നത് അല്ലേ? അതായത് ഓപ്പൺ കോർട്ടിൽ, ആ വണ്ടി കോടതിയിൽ ജസ്റ്റിസ് ഹാജരാകുമ്പോൾ ഈ അഭിഭാഷകരുണ്ടാവും, ഈ അഭിഭാഷകയുണ്ടാവും. അപ്പോൾ അത് മാപ്പ് പറയണം എന്നുള്ളതാണ് അഭിഭാഷകരുടെ ആവശ്യം. അപ്പോൾ പക്ഷെ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാഥമികമായ ചില നടപടി നടന്നിരുന്നു. അപ്പം മുതിർന്ന അഭിഭാഷകരും ചീഫ് ജസ്റ്റിസും ഒക്കെ ഇടപെട്ടപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിലോ അല്ലെങ്കിൽ ജഡ്ജിന്റെ ചേംബറിലോ, ഈ പർട്ടിക്കുലർ ജഡ്ജിന്റെ ചേംബറിലോ വെച്ച് മാപ്പ് പറയാം എന്നൊക്കെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുകയും ചെയ്തു. പക്ഷെ അത് പറ്റില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ KHAയുടെ ആവശ്യം. അവർ പറഞ്ഞിരിക്കുന്നത് ഈ തുറന്ന കോടതിയിലാണ് അപമാനം നേരിട്ടത്, തുറന്ന കോടതിയിൽ തന്നെ ഇതിന് മറുപടി കിട്ടണം, മാപ്പ് പറയണം എന്നുള്ളതാണ്. ഏതായാലും ശരി, സലിം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.